നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളെ ഭയം, ചോദ്യം ചോദിക്കുന്നവരെ ഭയം, മാധ്യമങ്ങളെ ഭയം. പിണറായി വിജയന്റെ അതേ ശൈലിയിലൂടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായിക്ക് ഒരു ധാർഷ്ട്യം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് സൗകര്യമില്ല പറയാൻ എന്നുള്ള ധാർഷ്ട്യം. അതേ ധാർഷ്ട്യമാണ് വി.ഡി. സതീശനിലും കാണുന്നത്. റിപ്പോർട്ടർ ചാനലും മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിലുള്ള പോര് ഇപ്പോൾ അതിര് വിട്ടുപോയിരിക്കുകയാണ്. തങ്ങളുടെ ചില വാർത്തകൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്ത് മുക്കി എന്ന് വലിയ വിമർശനവുമായി റിപ്പോർട്ടർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ എത്രയൊക്കെ മുക്കാൻ ശ്രമിച്ചിട്ടും ആ വാർത്തകൾ തങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന വമ്പൻ പ്രഖ്യാപനമാണ് റിപ്പോർട്ടർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ വെട്ടുകയാണ് മുഖ്യമന്ത്രി എന്ന വലിയ വിമർശനം ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു, അതായത് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പച്ചയ്ക്ക് ആട്ടുന്ന ഒരു നിലപാട്. എന്നാൽ വി.ഡി. സതീശൻ അത്രയ്ക്കങ്ങ് ധാർഷ്ട്യം പുറത്തെടുക്കുന്നില്ല. എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് ചിരിച്ചു പറയുകയാണ്. പക്ഷേ ഉദ്ദേശം രണ്ടുപേരുടെയും ഒന്ന് തന്നെയാണ്, മാധ്യമങ്ങളെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളത്. റിപ്പോർട്ടർ ചാനലിനെതിരെ വി.ഡി. സതീശന്റെ PR ടീമും വലിയ നീക്കങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം റിപ്പോർട്ടർ TV പല കാര്യങ്ങളും തുറന്നടിച്ചു പറഞ്ഞിരുന്നു. ഇത് പ്രത്യേകിച്ച് വി.ഡി. സതീശനെതിരെ ആർക്കും വിമർശനം ചൊരിയാൻ കഴിയാത്തൊരു സാഹചര്യമാണോ? മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അവരുടെ അക്കൗണ്ടുകൾ പൂട്ടിക്കാൻ നടക്കുന്നു. മുഖ്യമന്ത്രി വിമർശനാതീതനാണോ? അദ്ദേഹത്തെ ഒന്നും പറയാൻ കഴിയില്ലേ? തെറ്റുകൾ പറ്റിയാൽ ഉറപ്പായും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര പേരെ ഇങ്ങനെ പൂട്ടിയിടും? എത്രയൊക്കെ നിങ്ങൾ ധാർഷ്ട്യം കാണിക്കുന്നോ അത്രയൊക്കെ തിരിച്ച് മറുപടി പറയാൻ ജനം ആർജവം കാണിക്കും. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ടറും മുഖ്യമന്ത്രിയും തമ്മിലാണ് പോരിലേക്ക് നടക്കുന്നത്. മുൻപ് ഇതുപോലെ ഒരു പോര് നമ്മൾ കണ്ടതായിരുന്നു. അതായത് മാധ്യമങ്ങൾക്കൊക്കെ ചെസ് നമ്പർ ഇട്ട് വെല്ലുവിളിക്കുന്ന പിണറായി കാലം. അന്ന് ഗുണ്ടയായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയത് അൻവർ ആയിരുന്നല്ലോ. അൻവർ രംഗത്തേക്ക് വന്ന് മാധ്യമങ്ങൾക്ക് ചെസ് നമ്പർ ഇട്ട് നിന്നെയൊക്കെ പൂട്ടിക്കും, തീർക്കും എന്നൊക്കെയുള്ള വെല്ലുവിളിയായിരുന്നു. ഇതേ ശൈലിയിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഇറങ്ങിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സെൻസർഷിപ്പ് ചെയ്ത റിപ്പോർട്ടറിന്റെ കാർഡുകൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടറിന്റെ അപ്പീലിലാണ് മെറ്റയുടെ ഇടപെടൽ. അകാരണമായ മീഡിയ സെൻസർഷിപ്പിനെതിരെ മെറ്റ ഗ്രീവൻസ് സെല്ലിന് റിപ്പോർട്ടർ വിശദമായ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേര് പരാമർശിക്കുന്നതും വിമർശിക്കുന്നതുമായ വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും തുടർച്ചയായി മെറ്റ നീക്കിയത്. റിപ്പോർട്ടറിൻ്റേത് മാത്രമായി 30ഓളം വാർത്താ കാർഡുകൾ മെറ്റ നീക്കിയിരുന്നു. ഈ കാർഡുകളിൽ പകുതിയോളമാണ് പുനഃസ്ഥാപിച്ചത്. മാധ്യമ അടിയന്തരാവസ്ഥ എന്നായിരുന്നു മെറ്റയുടെ നീക്കത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശിച്ചത്. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ ബോധപൂർവം സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കുകയായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആരോപിച്ചിരുന്നു. വാർത്താ കാർഡുകൾ പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ റിപ്പോർട്ടറിനോട് പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ. കാർഡുകൾ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് ഇതേ കാർഡുകൾ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവാണെന്നും സർക്കാർ തലത്തിലുള്ള നിർദ്ദേശം ഇല്ലാതെ മെറ്റ ഇത്തരത്തിൽ ഇടപെടില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇതിനിടയിൽ കുത്തിത്തിരിപ്പുമായി വന്ന ഗോവിന്ദനോട് പറയാനുള്ളത്, നിങ്ങളുടെ കാലത്തും ഇതുതന്നെയായിരുന്നു, മാധ്യമങ്ങളോട് വല്ലാത്ത പോരടിക്കലായിരുന്നു നിങ്ങളും ചെയ്തിരുന്നത്. പറയാൻ സൗകര്യമില്ല, കടക്ക് പുറത്ത്, വീട്ടിൽ പോയി ചോദിക്കൂ എന്നുള്ള നിലപാടുകളായിരുന്നല്ലോ നിങ്ങളും പുറത്തെടുത്തത്. അതേ ശൈലി ഇപ്പോൾ വി.ഡി. സതീശനും പുറത്തെടുക്കുന്നു. എന്നാൽ പിണറായി ഇത്തരം ധാർഷ്ട്യം കാണിച്ചാലും വി.ഡി. സതീശൻ ധാർഷ്ട്യം കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതിനിടെ പോസ്റ്റുകൾ നീക്കിയതിൽ കേരള പോലീസ് മെറ്റയോട് വിവരം തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്ന വാർത്താ കാർഡുകൾ സമൂഹ മാധ്യമത്തിൽ നിന്നും നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയിലാണ് സൈബർ പോലീസ് വിവരം തേടിയത്. പോസ്റ്റുകൾ നീക്കം ചെയ്ത സാഹചര്യം അറിയുന്നതിനാണ് ഈ നടപടി. ഫേസ്ബുക്ക് പോസ്റ്റുകൾ മെറ്റ നീക്കിയതിൽ തനിക്ക് പങ്കില്ല എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ വിമർശന സ്വഭാവമുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാറില്ല എന്ന് പോലീസും വ്യക്തമാക്കി. തന്റെ ഓഫീസിലെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജായ CMO കേരള ലഭ്യമാക്കി തരണം എന്ന കാര്യം മാത്രമാണ് ഇതുവരെ മെറ്റയോട് ആവശ്യപ്പെട്ടത്. റിക്വസ്റ്റ് നൽകിയിട്ട് 2 മാസമായെന്നും എന്നാൽ മെറ്റ ഇതുവരെ അത് ശരിയാക്കി നൽകിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. താൻ പറഞ്ഞിട്ടാണ് മെറ്റ ഇതെല്ലാം റിമൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. അല്ലാതെ പിന്നെ ഇതെങ്ങനെയാണ് മുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാരണം മെറ്റ തനിയെ ഇരുന്നങ്ങ് വി.ഡി. സതീശനെതിരായ എന്തെങ്കിലും വാർത്ത വരുമ്പോൾ എന്നാൽ ഇതങ്ങ് മുക്കിക്കളയാം എന്ന് വിചാരിക്കില്ലല്ലോ. ആരെങ്കിലും കൃത്യമായി അതിൽ ഇടപെടൽ നടത്തിയാലല്ലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. വി.ഡി. സതീശന്റെ പേര് പരാമർശിക്കുന്നതും സർക്കാരിനെ വിമർശിക്കുന്നതുമായ എന്തെങ്കിലും വന്നാൽ അതിന്റെ സോഴ്സ് തേടുക. ഇതിപ്പോൾ മാധ്യമങ്ങളുടെ കാര്യം മാത്രമല്ല, ചില ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു കൂട്ടരൊക്കെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ
മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്ന പിഴവുകൾ ചോദ്യം ചോദിച്ചാൽ ഉടനെ അതിനെയെല്ലാം മുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശന്റെ സോഷ്യൽ മീഡിയ ടീമുണ്ടല്ലോ, അവർ വന്ന് ഭീഷണി മുഴക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ ശക്തമായി തന്നെ ജനം നേരിടും എന്ന് നിങ്ങൾ ഓർക്കുക. 10 വർഷത്തെ ഭരണം, അതായത് ജനങ്ങളെ കയറി മാന്താൻ ചെന്നപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടി VD സതീശനും സർക്കാരും കൂട്ടരും ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. നിങ്ങളെ ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് വെക്കാനും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. വല്ലാതങ്ങ് മുടയെടുത്താൽ ജനങ്ങൾ അത് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും കമന്റുകളിലൂടെയും ഒക്കെ പലരും മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ പിഴവുകൾ ചോദ്യം ചെയ്യാൻ ഇവിടെ ജനങ്ങൾ ഉണ്ടാകും. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട്. ഉത്തരം പറയാൻ നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ആ ഉത്തരം കിട്ടുന്നത് വരെ ജനങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ VD സതീശൻ പക്ഷേ ഇതിനെയൊക്കെ നേരിടുന്നത് അങ്ങ് ചിരിച്ചു മയക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ഞാൻ അങ്ങനെ ചെയ്യുമോ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അന്ന് പ്രളയം നടന്ന സമയത്ത് വിരുന്നിന് പോയപ്പോൾ ചോദിച്ചപ്പോൾ കാര്യം വളച്ചൊടിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? അതായത് 3 മണിയായപ്പോൾ ഞാനൊന്ന് ഭക്ഷണം കഴിച്ചുപോയി, ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെയുള്ള ചില തട്ടിക്കൂട്ട് ന്യായവാദങ്ങൾ, ക്യാപ്സൂളുകൾ ഇറക്കുന്നുണ്ടല്ലോ. പുച്ഛമാണ് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഈ നാടകം കളിയോട്. കാരണം അന്ന് മുഖ്യമന്ത്രിയെ വിമർശിച്ചത് പോയി ഭക്ഷണം കഴിച്ചതിനല്ല, വലിയൊരു പ്രതിസന്ധിക്ക് നടുവിൽ സംസ്ഥാനം നിൽക്കുമ്പോൾ നിങ്ങൾ വിരുന്നിന് പോയതിനെയാണ്. അല്ലാതെ അതിനെ അങ്ങ് വളച്ചൊടിച്ച് മുഖ്യമന്ത്രി തൻ്റെ ഇഷ്ടപ്രകാരം അങ്ങ് ആക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇതാണ് സംഭവിച്ചത് എന്ന് നിഷ്കളങ്കമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അടപടലം പൊളിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ എടുത്തിട്ട് മെതിക്കുകയായിരുന്നല്ലോ ആ സമയത്തൊക്കെ മുഖ്യമന്ത്രിയെന്നല്ല പ്രധാനമന്ത്രിയോടാണെങ്കിലും ചോദിക്കാനുള്ളത് ചോദിക്കും, ഉത്തരം കിട്ടുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.